മുമ്പിലിടിക്കുക നല്ലത്. എടാ ഇതിപ്പം അറ്റാക്ക് ചെയ്തത് TV ആണോ എന്നൊരു സംശയത്തിലാണ് ഇപ്പോൾ ഞാൻ. കാരണം DRSന്റെ വണ്ടികളെല്ലാം ഇവരുടെ വണ്ടികളെ പിറ്റ് ചെയ്യുന്നതിൽ തന്നെ ഉന്നം വെച്ചുകൊണ്ടിരിക്കുകയാണ്. എന്താണ് ഇത്? ടർഫാണെന്നുള്ള കാര്യം അവർ മറന്നുപോയെന്ന് തോന്നുന്നു അല്ലേ? യെസ്, ടർഫ്. ഇത് ടർഫാണ്. ഇത് എങ്ങനെ ഞാൻ അവരെ അറിയിക്കും? ടർഫിൻ്റെ ഇടയ്ക്ക് ഇറങ്ങി പറയാനുള്ള റൈറ്റ്സ് എനിക്കില്ല. ഇല്ലെങ്കിൽ ഞാൻ ചിലപ്പോൾ പറഞ്ഞേരെ ഒരു അനൗൺസ്മെന്റ് ഇട്ടല്ലോ. ടർഫാണ് എന്ന് പറയാൻ വേണ്ടല്ലേ? വേണ്ട, നമ്മൾ കോമഡി ആകണ്ട. സോറി ഗൈസ്, സീരിയസ് ടർഫാണ്. എല്ലാവരും സീരിയസ് ആയിട്ടിരുന്ന് കാണുക. സീരിയസ് ടർഫാണ്. നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ നമ്മുടെ നീലകണ്ഠൻ ആൻഡ് ഇറ്റാച്ചി എന്തെങ്കിലും പറയുന്നുണ്ടോ അവര്? എവിടെ ടർഫിന്റെ ഒരു നല്ലൊരു സമയവും പക്ഷെ കൊള്ളാം. കാരണം പെട്ടെന്ന് ടർഫ് തീരുന്നില്ല. മറ്റേത് 10 മിനിറ്റിലും 5 മിനിറ്റിലൊക്കെ ടർഫ് തീരുമായിരുന്നു. ഇതൊരു ഇപ്പം തന്നെ അവർ നമുക്കൊരു 10 മിനിറ്റോളം പിറ്റ് ചെയ്ത് കാണിച്ചു തന്നിട്ടുണ്ട് എങ്ങനെയാണ് പിറ്റ് ചെയ്യേണ്ടതെന്നുള്ളത്. ആദ്യത്തെ സോൺ ഷിഫ്റ്റ് മാറിയിട്ടുണ്ട്. നമ്മൾ അനൗൺസ്മെന്റ് ഇടാൻ പാടില്ല, നമ്മൾ വേറെ ഒന്നും ഇടുന്നില്ലല്ലോ. നമ്മുടെ ഇത് വണ്ടി കണ്ടാലേ അറിയാം നമ്മുടെ തെക്കച്ചിപ്പൂവിന്റെ വണ്ടിയായത്. ഓ മൈ ഗോഡ്, TVയുടെ ആ ഒരു പ്ലെയറിനെ അവർ നഷ്ടപ്പെടുത്തിയിരിക്കുകയാണ്. തെക്കൻ ചിബു TVയുടെ ഒരു വണ്ടി അവർക്ക് നഷ്ടപ്പെട്ടിരിക്കുകയാണ്. പിറ്റ് ചെയ്ത് ലാസ്റ്റ് തെക്കൻ ചിബുവിന്റെ വണ്ടി നഷ്ടപ്പെട്ടതോടുകൂടി TVയുടെ 2 വണ്ടികൾ, തെക്കൻ ചിബുവിന്റെയും TVയുടെ സ്വന്തം വണ്ടിയും അവർക്ക് നഷ്ടപ്പെട്ടിരിക്കുകയാണ്. തെക്കൻ ചിബു ഏത് വണ്ടിയിലോട്ടാണ് കയറിയത്? വേറെ റിപ്പയർ കിറ്റ് ഉപയോഗിക്കണമെന്ന് പറഞ്ഞു കൊടുത്തേക്കണേ അവർക്ക്. ഉറക്കം വരുന്നല്ലോ. ഫിറ്റിംഗ് കണ്ടതാണ് ഉറക്കം വരുന്നത്. എൻ്റെ ചാർജ് തീരാറായെന്ന് തോന്നുന്നു. ഫിറ്റിംഗ് കണ്ട് ഞാൻ ഇച്ചിരി വെള്ളം കുടിക്കട്ടെ. ഇച്ചിരി വെള്ളം കുടിച്ചേക്കല്ലേ. ഇവിടെ ഇപ്പം പ്രത്യേകിച്ച് നടക്കാൻ പോകുന്നില്ല. അങ്ങോട്ടും ഇടി തന്നെ. ഇവര് ശരിക്കും ഇതെന്താണ് പ്ലാൻ ചെയ്യുന്നത് ഇവര്? ഓക്കെ, നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ എടാ ഇതൊക്കെ എന്റെ ഭാഗം. നിങ്ങൾ സോണിന്റെ ടർഫ്. അതെ, രണ്ടാമത്തെ സോണാവാറായി. കാര്യം പറയുന്നോടാ. അല്ല, അവര് വരുമെന്ന് എനിക്കൊന്ന് ജുഗ്രുവിനോട് സ്വകാര്യം പറഞ്ഞത് ബോബിക്ക് ഇഷ്ടമായില്ല എന്ന് തോന്നുന്നു. ബോബിക്ക് ജലസി അടിച്ചിട്ടാണ് ആ ഒരു പിറ്റിംഗ് നടന്നു തോന്നുന്നു. ജലസി മോബിനെയാണ് നമ്മളിപ്പോ കണ്ടത്. ജലസി മോബി. ഓക്കെ, ജുഗ്രു സുല്ല് പറഞ്ഞ് തിരിച്ച് ഷോറിന്റെ അകത്തോട്ട് കയറി. അവര് വരത്തില്ല, ഞാൻ ഇനി കുറച്ചു നേരം ഷോറിന്റെ അകത്ത് നിൽക്കട്ടെ. വേണ്ട, ജസ്റ്റ് ഒന്ന് സമയം എത്ര നോക്കാൻ പോയാന്ന് തോന്നുന്നു കേട്ടോ ജുഗ്രു. സമയം നോക്കി. DRSന്റെ ചുണക്കുട്ടികൾ വരുന്നു. പക്ഷേ മോബി ആൻഡ് സ്നൈപ്പ് അവരെ ഇടിച്ച് സോറി കയറ്റുവാണ്. നിങ്ങൾ കയറിയില്ലെങ്കിൽ ഞങ്ങൾ കയറ്റിക്കാന്ന് പറഞ്ഞുകൊണ്ട് അങ്ങനെ നിങ്ങൾ ഞങ്ങളെ കയറ്റിക്കണ്ടെന്ന് പറഞ്ഞാൽ അവിടെ റിവേഴ്സിൽ പോയി തിരിച്ച് വീണ്ടും നോക്കുകയാണെങ്കിൽ വീണ്ടും അവിടെ ഫിറ്റിംഗ് തന്നെയാണ് നമ്മൾ കാണുന്നത്. അയ്യോ, നമുക്ക് പറന്ന് ക്ഷീണിച്ച് ഞാൻ ഇനി കുറച്ചു നേരം തറന്നോണ്ട് കാണാം. ഓക്കെ, ഓക്കെ, നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ വീണ്ടും ഫിറ്റിംഗ് തന്നെയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇവിടുന്ന് ഒരു പുരോഗമനം നമുക്ക് കാണാൻ സാധിക്കുന്നു. വെടിപൊട്ടി, ഇവിടെ വെടിപൊട്ടി. ആരാ വെടിവെച്ചേ? തമ്മി വെടിവെക്കാൻ തോന്നുന്നു കേട്ടോ.
ഇവര് തമ്മി വെടിവെക്കുന്നത്. ഓ സ്വന്തം ജുഗ്രുവിന്റെ വണ്ടീനെ അടിച്ച ഇതാക്കുന്നു കേട്ടോ. ഇത് എല്ലായിടത്തും വെടി വരുന്നുണ്ടല്ലോ. അമ്മേ എടാ ഇത് ഇപ്പൊ എത്ര മിനിറ്റ് ആയടാ ഇത് ടർഫ് തുടങ്ങിയിട്ട്? അവര് സോണൊക്കെ ഇറങ്ങി കേട്ടോ, സോണൊക്കെ പോയി. ഇനിയിപ്പോൾ ഇത്ര ഏരിയയിലോട്ട് മാത്രം സോൺ ചുരുങ്ങി. ഈ ബിൽഡിങ്സ് ഒക്കെ വിട്ടിട്ടുണ്ട്. നമ്മുടെ സെക്കൻഡ് സോണിലോട്ട് കളി മാറിയിരിക്കുകയാണ്. നമ്മൾ നോക്കുവാണെന്നുണ്ടെങ്കിൽ സാവേജ്, മെസ്ബോയ്, നീൽ അവിടെ ഓപ്പണിലൊക്കെ ഇറങ്ങി എന്നാണ് കളിക്കുന്നത്, ഓടിക്കളിക്കുന്നത്. ഏബൽ നീലൊക്കെ ഓടിക്കളിക്കുകയാണ് ടർഫിൻ്റെ സെൻറ്റർ. DRS ഇപ്പോഴും എനിക്ക് തോന്നുന്നു അവിടെ വണ്ടി പിറ്റിംഗ് കളി അവർ ജയിക്കുമെന്നുള്ളൊരു വാശിയിലാണെന്ന് തോന്നുന്നു. ഈ റോക്കറ്റ് ലീഗിലെ പോയിന്റ്സുകളെല്ലാം അവർ സ്കോർ ചെയ്തുകൊണ്ട് പോകത്തുള്ളൂ എന്നാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് DRS. അവർ ഏതെങ്കിലും ഒരു പോയിന്റിൽ ഇത് ടർഫാന്ന് തിരിച്ചറിയുമെന്ന പ്രതീക്ഷയോടുകൂടി നിങ്ങളുടെ സ്വന്തം ബ്രാവോ ഗെയിമിംഗ് സൈനിങ് ഓഫ്. ടേക്ക് കെയർ, ലവ് യു ഓൾ ഗൈസ്, ബൈ. പ്രോഫിറ്റ് വണ്ടി ഈസ്റ്റ് ഫൈവിൻ്റെ അവിടെയാ? ആരാണോ ഇവിടെ വരെ വന്ന് പെട്രോൾ അടിച്ചിട്ട് പോയേ? ഞാൻ ഉറങ്ങി വീടാനും വിമാനത്തിൽ ടർഫിൽ കയറത്തില്ലല്ലോ. ഇവിടെ ഉണ്ടല്ലേ. ശരിയാ, കുറച്ച് സമയം കൂടെ എടുക്കുമായിരിക്കും. എന്തിനാടാ ക്യാബ്? ഉറക്കം തൂക്കുന്ന കാണിക്കാനോ? ഞാനിപ്പോ ഉറങ്ങി വീഴും. DRSന്റെ കേരട്ടാ, ഒന്ന് സോണി കേരട്ടാ. അതിന് പിന്നെ വെടിവെച്ച് ഓടിക്കല്ലേടാ. ഓക്കേ, എന്നാണ് നമ്മൾ കണ്ടോണ്ടിരിക്കുന്നത്. ഓക്കെ, സോണിൻ്റെ അകത്ത് കയറാൻ വേണ്ടി DRS ശ്രമിക്കുന്നുണ്ട്. ബട്ട് ഓൾറെഡി ഇറ്റ്സ് ടു ലേറ്റ്. ഓൾറെഡി ഒരുപാട് താമസിച്ചു കഴിഞ്ഞു അവരുടെ എൻട്രിക്ക്. കാരണം അവർ രണ്ടാമത്തെ സോണിലാണ് കയറിയിരിക്കുന്നത്. റാഞ്ചോ പോലൊരു ടർഫിൽ 2 സോൺ നഷ്ടപ്പെടുത്തുക എന്ന് പറയുന്നത് ഭീമമായ ഒരു നഷ്ടമാണ് DRSന്. സോ അവരെവിടാണ് ഇനി എൻട്രി എടുക്കാൻ പോകുന്നത് നമുക്ക് കണ്ടു തന്നെ അറിയേണ്ടിയിരിക്കുന്നു. ക്യാം വെക്കാൻ കൂട്ടാ, ഇവരൊന്ന് എൻട്രി ചെയ്യുന്നുണ്ട്. ഓക്കെ, DRSന്റെ പ്ലേയേഴ്സ് ഇവിടെ എൻട്രി എടുത്തിരിക്കുകയാണ്. മെസ്ബോയ് ഗോക്കു ഇറങ്ങുമ്പോൾ തന്നെ വാസ്കോഡ ഗാമയെ കൊന്നിരിക്കുകയാണ്. ടോം ഫ്യൂഗിയോ, അതുപോലെ DRSന്റെ ബാക്കി പ്ലേയേഴ്സ് എല്ലാവരും ഈ ഒരു ഏരിയയിലോട്ട് വന്നിറങ്ങിയിട്ടുണ്ട്. അവരെല്ലാവരും ഒരുമിച്ച് ഫയർ ചെയ്ത മെസ്ബോയ് ഗോക്കിനെയും സാവേജിനെയും അവർക്ക് പിക്ക് ചെയ്യാൻ സാധിക്കും. അതേസമയം നമ്മുടെ അലക്സ് ഡമോർ അതേപോലെ തന്നെ ജുഗ്രു ഇറങ്ങിയിരിക്കുകയാണ്. നീലകടൻ ഈ സൈഡിൽ നിന്ന് പുഷ് ചെയ്ത് കയറുന്നുണ്ടെന്ന് തോന്നുന്നു. സെക്കൻഡ് ഷിബു ആ ഒരു ആംഗിൾ ഹോൾഡ് ചെയ്യുകയാണെന്ന് തോന്നുന്നു. നല്ലൊരു സ്പ്രേ എല്ലാ ആംഗിളിൽ നിന്നും വരുന്നുണ്ട്. അലക്സ് ഡമോറിന് നല്ലൊരു ടാങ്ക് കിട്ടി. അലക്സ് ഡമോർ അവിടെ പിക്ക് ഓഫ് ആയില്ല. നമ്മൾ നോക്കുകയാണെങ്കിൽ നീലകണ്ഠൻ, മെസ്ബോയ് ഗോക്കു, സാവേജ് എല്ലാവരും ഫയർ ചെയ്തു. ടോമി, DRS പാപ്പി ലോ ആണെന്നുള്ള കാര്യം പാപ്പി ഓർക്കാതെ മെസ്ബോയുടെ വെടിക്കകത്തൊരു വന്ന് കയറി. ബാക്കിൽ നിന്നും ഇതാ സ്നൈപ്പിൻ്റെയും അതേപോലെ തന്നെ മോബിയുടെയും നീലിൻ്റെയും വക സ്പ്രേ. ഡുണ്ടുമോൻ അവിടെ ഡൗൺ ആയിരിക്കുകയാണ്. ഇറ്റാച്ചി വന്നിറങ്ങിയിരിക്കുകയാണ്. ഏബൽ അവിടെ ഡൗൺ ആയിരിക്കുകയാണ്. വില്ലു അവിടെ പിക്ക് ഓഫ് ചെയ്യുന്നുണ്ട്. സെക്കൻഡ് ഷിബു അറിയുന്നില്ല ബാക്കിൽ നിന്ന് വെടി വരുന്നത്. സാവേജ് അവരെ സ്പോട്ട് ചെയ്തിട്ടുണ്ടെന്നു. ഒക്കെ സോൺ ഔട്ടിൽ നിന്നൊക്കെ തുരുതുരാ വെടിയാണെന്ന് തോന്നുന്നു നമ്മൾ നോക്കുമ്പോൾ കാണുന്നത്. ഓക്കെ, കയറും. യെസ്, അവരുടെ ആദ്യത്തെ മാച്ചാണ് നമ്മൾ DRSന്റെ കാണുന്നത്. വെൽ പ്ലേഡ് DRS. അവർ ട്രൈ ചെയ്തു. ഒരു 20 മിനിറ്റേ എടുത്തുള്ളൂ അവർക്ക് ഇത് ടർഫാന്ന് തിരിച്ചറിയാൻ വേണ്ടി. ബട്ട് അവർ വെൽ പ്ലേഡ് ആയിട്ട് അവർ നല്ലപോലെ ട്രൈ ചെയ്തു. ഇനി തീർന്നില്ലടാ.